നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം റോസ്റ്റ് ആണ്. ഓയിസ്റ്റർ മഷ്റൂം ആണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇനി ബട്ടൺ മഷ്റൂം ആണെങ്കിലും ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാവുന്നതാണ്. മഷ്റൂം ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ റോസ്റ്റിന്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഞാനിവിടെ ഒരു 200 ഗ്രാം ഓയിസ്റ്റർ മഷ്റൂം എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ അടർത്തിയാണ് ഓരോന്നെടുത്തത്. ഈ ഒരു ഷേപ്പിലാണ് എല്ലാം എടുത്തത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകുമ്പോൾ വെള്ളം നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പം കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മഷ്റൂം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മഷ്റൂമെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനാവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞാൽ ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഇത് ഫോം ചെയ്യും. അപ്പോൾ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് വച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം വറ്റുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ പാനിൽ നിന്നെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് സെയിം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇപ്പോൾ ചേർക്കേണ്ടതില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇനി ഇതിനാവശ്യമായ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറട്ടെ, ഗോൾഡൻ ബ്രൗൺ ആവട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികൾ ഇടുമ്പം എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്തപ്പോൾ ചേർത്തതാണ്. അപ്പോൾ എരിവ് വേണ്ടാത്തവർ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഇനി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇതപ്പോൾ തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം, പച്ചവെള്ളം. ഞാൻ മഷ്റൂം കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുത്തത്. കുറച്ച് ജ്യൂസി ആയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ മയമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ അടച്ച് മൂടിയിട്ട് 1 മിനിറ്റും കൂടി ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മഷ്റൂമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ മഷ്റൂമിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഒരല്പം നേരം കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം.
അപ്പോൾ അടിപൊളി മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്